ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാനിതുവരെ അങ്ങനെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. നിങ്ങളെന്നെ കണ്ടിട്ടുള്ളത് ഷോർട്സ് വഴിയാണ്, അല്ലാതെ ഞാനൊരു വീഡിയോ ആയിട്ടോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക്, അതായത് കരുനാഗപ്പള്ളിയിലേക്ക് പോവുക. എന്നെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതായിരിക്കും. അതായത് എൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. ശരി, എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് പൗഡർ ഇടാം. പൗഡർ ഞാൻ പൗഡർ ഇടുന്ന രീതി ഇതിങ്ങനെ ആക്കിയിട്ട് ഊതിയിട്ടേ ഞാൻ ഇടാറുള്ളൂ. നമുക്ക് പൗഡർ ഞാൻ പറയില്ല, എനിക്ക് പൗഡറൊക്കെ ജസ്റ്റ് ഇട്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പൗഡർ ഇടുന്നത്. ഞാൻ അങ്ങനെ പൗഡർ ഒരുപാട് യൂസ് ചെയ്യത്തില്ല. ഒന്നാമത് എനിക്ക് പൊടി അടിക്കുമ്പം തുമ്മൽ വരും. രണ്ടാമത്തെ കാര്യം പൗഡർ ഇടുമ്പം എനിക്കറിയാതില്ല, എനിക്ക് ഒരുമാതിരി പെട്ടെന്ന് വിയർക്കാൻ തുടങ്ങും. ഒരുപാട് ഒരുങ്ങുമ്പോൾ പ്രശ്നം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വിയർക്കും. പൗഡർ ഇട്ടു. ഒരു നോർമൽ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, അത് ഒരുപാട് മേക്കപ്പ് ഇട്ടിട്ടൊന്നുമല്ല. ഇനി നമുക്ക് നമ്മുടെ ഈ സാധനം എടുക്കാം. ഇത് ഞാൻ എന്തിനാന്ന് പിന്നെ പറയാമെന്ന് പറഞ്ഞല്ലോ. ഇത് ഞാൻ എടുക്കുന്നത് അമ്മച്ചി തുറക്കാനൊക്കെ ഇല്ല, എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാനാണ്. കാരണം നമുക്കിപ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് അല്ലാതെ വാങ്ങാനൊന്നും ഒക്കെ ഒന്നും വരത്തില്ല. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ചെറിയ പരിപാടിയാണ്. മറ്റൊന്നും വേണ്ടവർക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എൻ്റെ കാര്യം ഇത് ഇരുന്നു. അപ്പം ഞാൻ കരുതി വെറുതെ എന്തിനാ ഇത് വാങ്ങിച്ചിട്ട് വേസ്റ്റ് ആക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്. അതായത് നമ്മുടെ ഈ ബ്രഷല്ലേ, ഈ ബ്രഷ് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉരച്ച് നോക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമകത്ത് കരി പറ്റും. ഇത് ഓരോ ബ്രഷായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് എഴുതിയതുപോലെ തോന്നത്തില്ല. അതാണ് ഇതിൻ്റെ ഉപയോഗം. ഞാൻ ഇനി ഇത് ഇട്ട് കാണിച്ചത്. കണ്ട, അപ്പം ഇത് കുറച്ചും കൂടെ ആവാനുണ്ട്. അത് ഞാൻ ഒന്നും കൂടെ അപ്പം ഞാൻ എടുക്കും. കാരണം നമുക്ക് കറക്റ്റിന് ഇരിക്കണ്ടേ. ഒന്നുകൂടെ എടുക്കും. ഞാനൊന്ന് ഇട്ടിട്ട് വരാവേ. കാരണം വീഡിയോ എടുത്തുകൊണ്ട് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഐബ്രോസിനൊരു പ്രശ്നമുണ്ട്. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമാണ്, കറക്റ്റിനല്ല അതിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, നമ്മൾ ഈ എഴുതിയൊക്കെ വെക്കത്തില്ലേ, ആ രീതിയിലല്ല, ഇത് വരച്ച രീതിയിലായിരിക്കുന്നത്. അതെനിക്കൊന്നു ഒക്കൊന്നും തോന്നില്ലേ, എനിക്കറിയില്ല. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐലൈനറാണ് ചെയ്യുക. ഐലൈനർ എഴുതാൻ പോവാണ്. ഞാൻ ഈ എക്സസ് ആയിട്ട് വരുന്ന ഐലൈനർ എല്ലാം അങ്ങ് തേക്കും. കാരണം ബോർഡിലോട്ട് തന്നെ അങ്ങ് വെക്കും. നമുക്കപ്പോൾ എഴുതുമ്പോൾ നമ്മൾ ആ വരയ്ക്കുന്ന രീതിയിൽ വരത്തില്ല. ഞാൻ ആദ്യം ജസ്റ്റ് ഒരു ഔട്ടർ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് എന്താ അത് കറക്റ്റിന് കിട്ടും. അഥവാ അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് മാറിപ്പോയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താണ് അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനൊക്കും. ഉണ്ട്, ഇതിൽ ഫില്ല് ചെയ്യാൻ ഇനിയും സ്പേസസ് ഉണ്ട്. അപ്പം നമുക്ക് എന്താ അഥവാ ഇത് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തുടച്ച് മാറ്റാം. അപ്പോൾ ഈ മൊത്തം എന്തെങ്കിലും സ്പ്രെഡായിട്ട് നമ്മുടെ ആ ഒരു കാര്യം തുടച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്ന ആ ഒരു. അപ്പം നോർമലി ഒരുപാട് മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ ഇവിടെ ഇട്ടിരിക്കുന്ന ആ ഒരു നമുക്ക് ഇവിടെ കിട്ടത്തില്ല. ആ തുടച്ചതിൻ്റെ ആ ഒരു ഇതാണ് പിന്നെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതാകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വരത്തില്ല. നമുക്ക് ജസ്റ്റ് ബഡ്സ് വെച്ച് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അപ്പുറത്തേയും കൂടെ വരച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യത്തുള്ളൂ. അഥവാ ഇവിടെ കൂടിയോ കുറഞ്ഞോ പോവുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അത് നമ്മളിവിടെ കട്ടിക്കിട്ട് കഴിഞ്ഞാൽ ഇവിടെ അതിനെക്കാട്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം പണിയാണ്. നമുക്ക് ഇപ്പുറത്തൂടെ വരയ്ക്കാം. കറക്റ്റിന് നമുക്കത് കിട്ടും. നമ്മൾ സ്പേസ് ഇടുമ്പോൾ നമുക്ക് ഇവിടെ റബ്ബ് ചെയ്ത് എല്ലാം ചെയ്യാനൊക്കെ. അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനം പൊട്ടാണ്. പൊട്ടില്ലാതെ ഒരു പരിപാടിയുമില്ല. പൊട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. പൊട്ടും കുത്തി. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോഴാണ് ലിപ്സ്റ്റിക്ക് വെച്ചണം ഞാൻ മറന്നുപോയി. ലിപ്സ്റ്റിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക് ഇടല. ലിപ്സ്റ്റിക്ക് ഞാൻ ഇവിടെ വെച്ചതാണ്. ലിപ്സ്റ്റിക്ക് കിട്ടിയ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഷെയ്ഡ് പറയാം നിങ്ങൾക്ക്.
ഇത് എലൈറ്റീൻ്റെതാണ്, ഷെയ്ഡ് വാണ്ടർലസ്റ്റ് റെഡ്, അങ്ങനത്തെ ഷെയ്ഡ്. ആ ഷെയ്ഡാണ്. ഞാൻ ഈ ഷെയ്ഡ് ഒരുപാട് ഇടത്തില്ല, കാരണം എൻ്റെ ഇതിന് ഭയങ്കരമായിട്ട് എന്താ പറയുക എറിച്ച് നിൽക്കും ഇതിടുമ്പം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്തോ എല്ലാം ഒരു പൊടിപ്പിൻ്റെ നമ്മൾ ഇട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടാറുള്ളൂ. കാണിച്ചു തരാം. ഞാൻ എന്നിട്ട് ഇതങ്ങ് റബ്ബ് ചെയ്യും. ലിപ്സ്റ്റിക്ക് ഒരുപാട് ഉണ്ടെന്ന് തോന്നത്തില്ല. ഇതിൻ്റെ ഇത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുള്ള നമുക്കൊരു സംതൃപ്തി ഉണ്ട്, പക്ഷെ അങ്ങനെ തോന്നാത്തൊരു രീതി ഇരിക്കണം. എനിക്ക് ഒരുപാട് ലിപ്സ്റ്റിക്കാണ് ഓവറായിട്ട് വരുന്നത് ഇഷ്ടമല്ല. യഥാർത്ഥത്തിൽ ലിപ്സ്റ്റിക്ക് നമ്മുടെ ആ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് വെച്ചാണ് ഇടേണ്ടത്. പക്ഷേ എനിക്ക് അത് ഭയങ്കര എന്താ വെറിച്ച് നിൽക്കും. ചില ഷെയ്ഡ്സ് ഉണ്ട്, ചില വേറെ ലിപ്സ്റ്റിക്ക് ഉണ്ട്, അതെനിക്ക് കുഴപ്പമില്ല. നോർമലി എൻ്റെ ഇതായിട്ട് അത് നല്ലോണം പോകുന്നൊരു ഷെയ്ഡാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇറച്ചി. നമ്മളിപ്പോൾ ഓൾറെഡി മേക്കപ്പ് ഒന്നും ഇടുന്നില്ലല്ലോ, മുഖത്ത് മേക്കപ്പ് ഇടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുമ്പം നമ്മുടെ ഇവിടെ നല്ലോണം ഇറച്ച് നിൽക്കും. പക്ഷേ ഇവിടെ എന്താണ് ഭയങ്കര ഡള്ളായിട്ടും അത് ഭയങ്കര ഒരു വൃത്തികേടാണ്. ഇനി ഞാൻ പോയി മുടി ചീവിയിട്ട് വരാം, കാരണം മുടി കുളിച്ചിട്ട് ഞാൻ അങ്ങനെ കിട്ടി വെച്ചതാണ്. ഞാൻ പോയി ആക്കി എല്ലാം ഞാൻ ചീകി വൃത്തിയാക്കിയിട്ട് വരാം. ഒരു നോർമൽ വലിയ ഹെയർ സ്റ്റൈലൊന്നും അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നോർമലായിട്ടൊരു മേക്കപ്പ്, അതേപോലെ തന്നെ ഒരു ചെറിയ ഹെയർ സ്റ്റൈൽ, ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു ഹെയർ സ്റ്റൈലാണ്, അത് ചെയ്തിട്ട് വരാം. മുടി വൃത്തിയാക്കിയിട്ട് വരാം. ബൈ. മുടിയെല്ലാം പോയി ചീപ്പി. ഇത് ചീപ്പിയാലും എൻ്റെ മുടി ഇങ്ങനെ കിടക്കും, ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ട്. ഇത് സ്ട്രെയിറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോല് പോലെ ചൂല് പോലെ ഇങ്ങനെ മനസ്സിലായി ഇങ്ങനെ എടുക്കും. എനിക്ക് ഈ ഒരു ഇത് കേട്ടിട്ട് നല്ലത് നോർമലാണെന്ന് തോന്നി. ഇനി നമുക്ക് മുടി ഞാൻ നോർമലി പുറമോട്ട് ഇരും. ഇവിടുന്ന് കുറച്ച് മുടി കാണാൻ എത്തുന്നുണ്ടോ എത്രണ്ട്, ഇവിടുന്ന് ഇങ്ങനെ നോർമലി നമ്മൾ പുറമോട്ട് ഇരി ഫ്ലെച്ചർ കുത്താറില്ലേ, ഈ ക്ലിപ്പ് കുത്തില്ല, അങ്ങനെ കുത്താനാണ് പരിപാടി. മുടി കിട്ടിയിട്ടുണ്ട്. ചെയ്യാം. ഇനിയിപ്പോൾ ചീപ്പി ഇങ്ങോട്ട് കൊണ്ടുവന്ന് മുടി അങ്ങ് ഉടക്കാവും വേഗം. ഇങ്ങനത്തെ മുടി കൊണ്ട് ഒരു ഹെയർ സ്റ്റൈലും ട്രൈ ചെയ്യാനൊക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മളിപ്പം ഏതൊരു ഹെയർ സ്റ്റൈലും ഞാൻ നോക്കാമെന്ന് വെച്ചാൽ എൻ്റെ മുടി സമ്മതിക്കത്തില്ല. ഞാൻ ഇവിടുന്ന് കുറച്ച് മുടി താഴോട്ട് രസം, ഇതില്ലാതെ എന്ത് എന്നായിരിക്കും ഇപ്പം നിങ്ങളെല്ലാം ചിന്തിക്കുന്നതാണ്. ഇതാണെല്ലാം ഓക്കെ. കുറച്ച് കൊണ്ടുപോയോ എനിക്ക് സംശയം. ഇപ്പം ഇവിടെ ഓക്കെ. എൻ്റെ മുടി ക്ലിപ്പ് കുത്തിയിരിക്കുന്നതാണ്, ഞാനൊരു ബുഷ് വെച്ച് ഇത് സെക്യൂർ ചെയ്ത് ടൈ ചെയ്താണ് വെക്കുന്നത്. ഞാൻ വിളിച്ചു ആദ്യം, അവൻ വിളിച്ചപ്പോൾ ഞാൻ എന്തുവാന്ന് ചോദിക്കാൻ പോകുക, വേഗം ഒരുങ്ങിയിട്ട് വാ വീഡിയോ എടുത്താൽ മതി, സമയമായി, ഞാൻ ട്യൂഷന് വന്നപ്പോൾ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് അവൻ ബഹളം വെക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോ തീർക്കാം. അപ്പോൾ ഞാൻ മുടിയൊക്കെ ചീവി. ഇനി എന്തെങ്കിലും വിട്ടുപോയി, കമ്മൽ വിട്ടുപോയി ഗൈസ്. കമ്മൽ ഞാൻ ഈ ഒരു കമ്മലാണ് വരുന്നത്, കമ്മൽ. ഇത് കമ്മലിടാം, കാണുന്നുണ്ടോ ഇതാണ് കമ്മൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് പനിയുണ്ട്. അപ്പോൾ ഈ കുളിയും കൂടെ കഴിഞ്ഞപ്പം എത്ര പനി പിടിച്ചാലും നമുക്ക് കുളിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അത്രയും ബോഡി ടെമ്പറേച്ചറിൽ കയറി വെച്ചാൽ ചൂടായിട്ട് അസ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ തള്ളോട്ട് വെള്ളം വരുമ്പോൾ എൻ്റെ സാറേ അസുഖം. അങ്ങനെ അപ്പം നമ്മൾ ഇനി ഞാൻ പോയി എൻ്റെ വാച്ച് എടുത്തിട്ട് വരാം. വാച്ച് ഇല്ലാതെ നമുക്ക് ഇവിടെ ഇറങ്ങാനൊക്കത്തില്ല, കാരണം നമ്മുടെ മെയിൻ മുഖ്യ സാധനങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് ഞാൻ വാച്ച് കൂടെ കിട്ടിയിട്ട് എൻ്റെ ഔട്ട്ഫിറ്റും ഇതും ഓക്കെ. ഫൈനലി നമ്മൾ വാച്ചൊക്കെ ഇട്ടു. വാച്ചിൻ്റെ ഒരു ഇങ്ങനെയില്ല, വാച്ചൊക്കെ ഇട്ട് നമ്മൾ ഒരുങ്ങി. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് ഞങ്ങൾ അവിടുത്തെ ചേച്ചിയെ കൊണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക.